ലിബ്ര ഗൈഡിലെ പാർട്ട് 3 ആണ് നോക്കാൻ പോകുന്നത്. ഞാൻ പ്രിയദർശിനി, കരവാരം VHSലെ വൊക്കേഷണൽ ടീച്ചറാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ എന്തെല്ലാം നോക്കിയെന്ന് നോക്കാം. ടൂൾ ബാറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ടൂൾ ബാറിൽ എന്തൊക്കെയുണ്ട്? ലൈൻ, സർക്കിൾ, കർവ്, എലിപ്സ്, പോളിലൈൻ, സെലക്ട്, ഡയമെൻഷൻസ്, മോഡിഫൈ, ഇൻഫർമേഷൻ, ടെക്സ്റ്റ്, ടെക്സ്റ്റ്, ഹാച്ച്, പോയിന്റ്സ്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ ഇട്ടു. ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ച് വളരെ ഇലാബറേറ്റ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൈൻസ് എന്താണെന്നും സർക്കിൾസ് എന്താണെന്നും കർവ്സ് എന്താണെന്നും ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ലൈൻസ്. ലൈൻസിൽ നമ്മൾ എങ്ങനെയൊക്കെ 2 പോയിന്റ്സ് വെച്ച് ലൈൻസ് വരയ്ക്കാം, ഒരു പോയിന്റ്, ആംഗിള്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, അത് കൂടാതെ റെക്റ്റാംഗിൾ, ഇതെല്ലാം എങ്ങനെ ലൈൻ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി സർക്കിൾ. ഇങ്ങനെ ഒരു സർക്കിൾ, ഒരു സെന്റർ, ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ എങ്ങനെ സർക്കിൾ വരയ്ക്കാം, 2 പോയിന്റ്സ് കൂടെ എങ്ങനെ സർക്കിൾ വരയ്ക്കാം, 2 പോയിന്റ്സ് റേഡിയസിൽ കൂടെ എങ്ങനെ സർക്കിൾ വരയ്ക്കാം, 3 പോയിന്റ് ഉണ്ടെങ്കിൽ എങ്ങനെ സർക്കിൾ വരയ്ക്കാം, ഒരു സെന്ററും റേഡിയസും ഉണ്ടെങ്കിൽ എങ്ങനെ സർക്കിൾ വരയ്ക്കാം. ഇത്രയും കാര്യമാണ് നമ്മൾ വളരെ ഇലാബറേറ്റ് ആയിട്ട് കഴിഞ്ഞ സെഷനിൽ നോക്കിയത്. ഈ കർവ്. കർവിൽ എന്തൊക്കെ നോക്കി? ഒരു സെന്റർ, പോയിന്റ്, സ്റ്റാർട്ട് ആംഗിൾ, എൻഡ് ആംഗിൾ ഉണ്ടെങ്കിൽ എങ്ങനെ കർവ് വരയ്ക്കാം, 3 പോയിന്റ്സിൽ കൂടി കർവ് എങ്ങനെ വരയ്ക്കാം, ഒരു ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ആർക്ക് എങ്ങനെ വരയ്ക്കാം, സ്പ്ലൈൻസ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കർവ്ഡ് ലൈൻ എങ്ങനെ വരയ്ക്കാം, പിന്നെ കുറെ പോയിന്റ്സിൽ കൂടെ എങ്ങനെ സ്പ്ലൈൻ വരയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞു. ഇനി അതിന്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ സെഷൻ. ഇത്രയും കേട്ടതിൽ നിന്ന് എന്ത് തോന്നുന്നു? ലിബ്ര ഗൈഡ് വളരെ എളുപ്പമല്ലേ? ഇനിയുള്ള കമാൻഡ്സ് നമ്മൾ പണ്ട് ചെയ്ത കമാൻഡ്സിൻ്റെ ഒക്കെ റെപ്പറ്റീഷനാണ്. ഇതുവരെയുള്ളത് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബാക്കി ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ 2ഉം 3ഉം പ്രാവശ്യം വീഡിയോ കേട്ട് ചെയ്ത് ശീലിക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ടൂൾസിൽ പോയിട്ട് പോയിന്റ്സ് എങ്ങനെ ചെയ്യാം. പോയിന്റ്സ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ സർവേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. ആ പോയിന്റിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ സർക്കിളോ എലിപ്സോ ഒക്കെ വരയ്ക്കുന്നത്. അപ്പോൾ പോയിന്റ് മാർക്ക് ചെയ്യാൻ പഠിക്കണം. പോയിന്റ് മാർക്ക് ചെയ്യുന്നത് സെയിം പ്രിൻസിപ്പിളാണ്, ബേസ്ഡ് ഓൺ 0യോ അല്ലെങ്കിൽ റിലേറ്റീവ് പൊസിഷനോ. അപ്പോൾ നമുക്കൊരു 0 ലൊക്കേഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 10,10 കൊടുത്തു കഴിഞ്ഞാൽ പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്ത ലൊക്കേഷൻ @20, 10. അടുത്ത പോയിന്റ് മാർക്ക് ചെയ്തു. പോയിന്റ് മാർക്ക് ചെയ്ത് പോകുന്ന കാണുന്നുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബേസ്ഡ് ഓൺ അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ റിലേറ്റീവ് പൊസിഷനോട് കൂടി നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്ത് പോകാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള സെലക്ഷനാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എൻറ്റിറ്റിയെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലൈൻസ് ആണെങ്കിൽ ഓരോ ലൈനും ഓരോ സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ്. അപ്പോൾ നമുക്കൊരു സെലക്ഷൻ നോക്കാം. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സെലക്റ്റഡ് ആയി. അതിനുള്ള ഓപ്ഷനാണ് സെലക്റ്റിൽ നമുക്ക് വിഡ്ജറ്റ്സിലും ഉണ്ട്, ടൂൾ ബാറും ഉണ്ട്. ടൂൾ ബാറിലാണെങ്കിൽ ടൂൾസിൽ പോയിട്ട് സെലക്ഷൻ ഓപ്ഷൻ, ഇത്രയും സെലക്ഷൻ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമ്മുടെ വിഡ്ജറ്റ്സിൽ സെലക്ഷൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. സിംഗിൾ എൻറ്റിറ്റിയെ സെലക്ട് ചെയ്തു, എസ്കേപ്പ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് സെലക്ട് ഓൾ. നോക്കിക്കോളൂ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം സെലക്റ്റഡ് ആവും. കണ്ടോ? എല്ലാം സെലക്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പോയി സെലക്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിയെ മാത്രം സെലക്ട് ചെയ്യും. കാണുന്നുണ്ടല്ലോ? ഇത് ഡീസെലക്ട് ഓൾ. ഞാനിപ്പോൾ എല്ലാത്തിനെയും സെലക്ട് ചെയ്തു, എല്ലാത്തിനെയും ഡീസെലക്ട് ചെയ്യണമെങ്കിൽ ഡീസെലക്ട് ഓൾ, എല്ലാത്തിനെയും ഡീസെലക്ട് ചെയ്തു. ഇപ്പോൾ ഡീസെലക്ട് ചെയ്യാനായിട്ട്, കംപ്ലീറ്റ് സെലക്ട് ചെയ്യാനായിട്ട്, ഒരു എൻറ്റിറ്റിയെ സെലക്ട് ചെയ്യാനായിട്ട് ഇത് കണ്ടോണം. സെലക്ട് കോണ്ടൂർ. കോണ്ടൂർ വഴി നമുക്കൊരു കണക്ട് ചെയ്ത ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് കണക്റ്റഡ് ലൈൻസിനെ തമ്മിൽ സെലക്ട് ചെയ്യാനാണ് ഈ കോണ്ടൂർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കണ്ടോളൂ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു കോണ്ടൂർ സെലക്ട് ചെയ്താൽ കണ്ടോ, ആ കംപ്ലീറ്റ് ബൗണ്ടറി അത് സെലക്റ്റഡ് ആയി. ഡീസെലക്ട് ചെയ്യുന്നത് ഓഫ് ചെയ്താൽ മതി, ഓഫ് ആയിക്കോളും. എല്ലാം സെലക്ട് ചെയ്യും, ഡീസെലക്ട് ചെയ്യും. അടുത്തത് വിൻഡോ വെച്ച് സെലക്ട് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിൻഡോ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റൈറ്റിൽ നിന്ന് വിൻഡോ സെലക്ട് ചെയ്യാം, ലെഫ്റ്റിൽ നിന്ന് വിൻഡോ സെലക്ട് ചെയ്യാം.
റൈറ്റിൽ നിന്ന് വിൻഡോ സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ, ശ്രദ്ധിച്ചോളൂ, സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിൻഡോ സെലക്റ്റഡ് ആയിട്ടുള്ള മാത്രമേ അതിൽ സെലക്റ്റഡ് ആവുള്ളൂ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ, ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ആ ബ്ലൂ വിൻഡോയിൽ വന്നെങ്കിൽ മാത്രമേ അത് സെലക്റ്റഡ് ആവുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഒരു ലൈനേ അതിൽ വന്നിട്ടുള്ളൂ, അത് മാത്രമേ സെലക്റ്റഡ് ആവുള്ളൂ. അതേസമയത്ത് ഈ സൈഡിൽ നിന്ന് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നും പച്ച വിൻഡോയിൽ കൂടെ സെലക്ട് ചെയ്യാൻ നോക്കിക്കൊള്ളൂ. അത് ഏതിലൊക്കെ ടച്ച് ചെയ്യുന്നതെല്ലാം സെലക്റ്റഡ് ആവും. അതാണ് അതിൻ്റെ വ്യത്യാസം. അതെപ്പോഴും ഓർത്തിരുന്നോളൂ, കംപ്ലീറ്റ് എൻറ്റിറ്റിയെ സെലക്റ്റഡ് ആക്കും. അതേസമയത്ത് തിരിച്ചാണെങ്കിൽ നോക്കിക്കൊള്ളൂ, കണ്ടോ, സെലക്റ്റഡ് ആവത്തില്ല. അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നും ഗ്രീൻ വിൻഡോയിൽ കൂടെ സെലക്ട് ആവുന്നത് ഒരു പാർട്ടാണെങ്കിൽ കൂടെ സെലക്റ്റഡ് ആവും. അതേസമയത്ത് ബ്ലൂ വിൻഡോ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള മാത്രമേ സെലക്റ്റഡ് ആവത്തുള്ളൂ. ഇതെല്ലാം ഓപ്ഷൻസാണ്. ഡീസെലക്ട് വിൻഡോ സെലക്റ്റഡ് ആയിട്ട് നമ്മളൊരു വിൻഡോയിൽ സെലക്റ്റഡ് ആക്കിയിട്ടുള്ളത് നമ്മൾ ഡീസെലക്ട് ചെയ്യണമെങ്കിൽ ഡീസെലക്ട് വിൻഡോ, ആ സെലക്ട് വിൻഡോയിൽ കൂടെ ഡീസെലക്ട് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിൻ്റെയൊക്കെ ഓരോ സെലക്റ്റഡ് ഇൻ്റർസെക്റ്റഡ് എൻറ്റിറ്റീസ്. ഇപ്പം നമ്മൾ ലൈൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ലൈൻ ടച്ച് ചെയ്യുന്നതെല്ലാം സെലക്ട് ആവും. കാണുന്നുണ്ടോ? അതാണ് ഇൻ്റർസെക്റ്റഡ് വിൻഡോസ്. ഡീസെലക്ട് ഇൻ്റർസെക്റ്റഡ് എൻറ്റിറ്റീസ്. ഡീസെലക്ട് ചെയ്യണമെങ്കിൽ അതേപോലെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈനിൽ കൂടെ പോകുന്നതെല്ലാം ഡീസെലക്റ്റഡ്. ഇതൊക്കെ നമുക്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കുറേ ലൈൻസ് നമ്മൾ വരച്ചു, അതിനിടയ്ക്കുള്ള ലൈൻ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ എളുപ്പമുണ്ട്. അത് നമ്മൾ ഫർദർ അഡ്വാൻസ് ചെയ്യുമ്പോൾ പഠിക്കും. ഇത്രയും സെലക്ഷൻ മനസ്സിലായല്ലോ. അപ്പോൾ സെലക്ഷൻ ഉണ്ട്, എല്ലാം സെലക്ട് ചെയ്യാനായിട്ട് സെലക്ടറുകളുണ്ട്, എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡീസെലക്ട് ആവും. ഇത് എല്ലാം കൂടി സെലക്ട് ചെയ്യാൻ പറ്റും, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡീസെലക്റ്റഡ് ആവും. അപ്പോൾ ഒരു ലൈന് സെലക്റ്റഡ് ആക്കുക, ഒരു എൻറ്റിറ്റിയെ സെലക്ട് ചെയ്യുക, ഒരു കോണ്ടൂർ സെലക്ട് ചെയ്യുക, വിൻഡോ സെലക്ട് ചെയ്യുക, ഡീസെലക്ട് ചെയ്യുക, ഒരു ബൗണ്ടറി സെലക്ട് ചെയ്യുക, ഇൻ്റർസെക്റ്റ് ആ ലൈൻ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുക, ഡീസെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഓരോ ലൈൻസിനും ഓരോ എൻറ്റിറ്റിക്കും അതിൻ്റേതായ പ്രോപ്പർട്ടി ഉണ്ട്. അതെങ്ങനെ നോക്കാം. അത് ഏതിലാണ് കിടക്കുന്നതെന്ന് അറിയോ? ടൂൾസിൽ പോയി മോഡിഫിക്കേഷനിലാണ് പ്രോപ്പർട്ടി കിടക്കുന്നത്. കണ്ടോ, ഇവിടെ പോയി കാണാം പ്രോപ്പർട്ടി. അതുകൊണ്ട് മോഡിഫിക്കേഷൻ സെയിം തിങ് ആണ് ഇവിടെ കാണുന്നത്. ടൂൾസിൽ പോയി മോഡിഫൈ പ്രോപ്പർട്ടീസ്. എന്നിട്ട് നമ്മളൊരു ലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വരും. അതിൻ്റെ പ്രോപ്പർട്ടീസ്, എല്ലാ പ്രോപ്പർട്ടീസും. ഇതിൻ്റെ സ്റ്റാർട്ട് പോയിന്റ് നമുക്ക് മാറ്റാം, എൻഡ് പോയിന്റ് മാറ്റാം, വൈ ആക്സിസ് മാറ്റാം, എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് പോയിന്റ് എൻഡ് പോയിന്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലൈനിൻ്റെ സ്റ്റാർട്ട് പോയിന്റ് ഏതാണ്, എൻഡ് പോയിന്റ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇതാണ് പ്രോപ്പർട്ടീസ്. ഇത് ഏത് ലൈൻ വരച്ചാലും നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫർദറായിട്ട് പ്രോപ്പർട്ടിയൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പലതും മാറ്റേണ്ടി വരും. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതെവിടെയാണ് കാണുന്നത്? മോഡിഫിക്കേഷനിലാണ്. ടൂൾസിൽ മോഡിഫൈക്കകത്താണ് പ്രോപ്പർട്ടീസ് കാണുന്നത്. അത് നമ്മുടെ വിഡ്ജറ്റ്സിലും മോഡിഫൈയുടെ താഴെ ഈ സ്ക്വയറിനകത്ത് കാണുന്നതാണ് പ്രോപ്പർട്ടി. ഇനി അധികമായിട്ടൊന്നും നമുക്ക് വരില്ല എങ്കിലും നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ് എലിപ്സ്. എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ കുറച്ച് ഭാഗം ഫ്ലാറ്റ് ആക്കുന്നതാണ് എലിപ്സ്. അപ്പോൾ അതിന് 2 ആക്സിസ് കാണും, മേജർ ആക്സിസും മൈനർ ആക്സിസും. അപ്പോൾ ഈ ക്ലിക്ക് ചെയ്ത് ഇതാണ് എലിപ്സ്. ഇങ്ങനെ ആക്സിസ് വെച്ച് കൊടുക്കുന്നത്. സ്പെസിഫൈ എലിപ്സ് സെൻറ്റർ, ഒരു പോയിന്റ് നമ്മൾ സെൻറ്റർ കൊടുത്തു. എൻഡ് പോയിന്റ് ഓഫ് മേജർ ആക്സിസ്, മേജർ ആക്സിസിൻ്റെ എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻഡ് പോയിന്റ് ഓഫ് മൈനർ ആക്സിസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഡിസ്റ്റൻസ് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഒരു മേജർ ആക്സിസും കാണും, മൈനർ ആക്സിസ് കാണും. ഇപ്പോൾ സെൻറ്റർ കൊടുത്തു, മേജർ ആക്സിൻ്റെ എൻഡ് കൊടുത്തു. അത് നമുക്ക് കോർഡിനേറ്റ് ആയിട്ട് കൊടുക്കാം, ആംഗിളായിട്ട് കൊടുക്കാം, എങ്ങനെ വേണേൽ കൊടുക്കാം. മേജർ ആക്സും മൈനർ ആക്സും കൊടുക്കുന്നതാണ് ഒരു മെത്തേഡ്. അടുത്ത മെത്തേഡിൽ സ്പെസിഫൈ ഫസ്റ്റ് ഫോക്കസ് ഓഫ് എലിപ്സ്, ഫോക്കസ് പോയിന്റ് ഏതാണ് കൊടുക്കുക. സെക്കൻഡ് ഫോക്കസ് പോയിന്റ് ഓഫ് എലിപ്സ്. സ്പെസിഫൈ പോയിന്റ് ഓൺ ദ എലിപ്സ് ഓർ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദി ഫോസൈ. ഏതെങ്കിലും പോയിന്റ് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഇത് 2 ഫോസൈ നിന്നാണല്ലോ ഇത് വരയ്ക്കുന്നത്. രണ്ട് സർക്കിളിൽ 2 ഫോസൈ നിന്നാണ് എലിപ്സ് വരയ്ക്കുന്നത്. ആ ഫോക്കായി കൊടുക്കുക. എന്നിട്ട് തേർഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു
എലിപ്സായിട്ട് മാറും. അടുത്തത് ഏതെങ്കിലും 4 പോയിന്റ്സ് കൊടുക്കുക. നാല് പോയിന്റ്സ് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതാണ് വേറൊരു മെത്തേഡ്. അടുത്ത മെത്തേഡ് സെൻറ്റർ കൊടുക്കുക, ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക, സെക്കൻഡ് പോയിന്റ് കൊടുക്കുക, തേർഡ് പോയിന്റ് കൊടുക്കുക, ഇതാണ് അടുത്ത മെത്തേഡ്. ഇനി ഇതെന്താണ്? ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എലിപ്സ് ഇൻസ്ക്രൈബ്ഡ് ആണ്, ഒരു സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എലിപ്സ്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 4 പോയിന്റ്സ് കൊടുത്ത് അതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്ത് എങ്ങനെ എലിപ്സ് വരയ്ക്കാം. ഇങ്ങനെയാണ് 5 മെത്തേഡ് എലിപ്സ് എങ്ങനെ വരയ്ക്കാം. ഇതിലൊക്കെ ചിലതൊക്കെ നമുക്ക് ആവശ്യം വരും. ഷേപ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി നമുക്ക് എലിപ്സ് ആവശ്യം വരും. ഇനി അടുത്തായിട്ട് നമുക്ക് എങ്ങനെ പോളിലൈൻ വരയ്ക്കാൻ നോക്കാം. പോളിലൈൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പോളിലൈനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈൻസ് വരച്ചാൽ അത് ഓരോന്നും ഓരോ എൻറ്റിറ്റി ആയിട്ട് എടുക്കും. അതേസമയത്ത് പോളിലൈൻ ആണെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ലൈൻസ് എല്ലാം സെപ്പറേറ്റ് എൻറ്റിറ്റിക്ക് പകരം പോളിലൈൻ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീടിൻ്റെ ബൗണ്ടറി വരയ്ക്കുകയാണെങ്കിൽ അത് ഓരോന്നും ലൈൻസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതൊറ്റ ലൈനായിട്ട് നമുക്ക് പോളിലൈൻ ഉപയോഗിച്ച് വരയ്ക്കാം. അതേപോലെ നമ്മൾ സോഫ, ഫർണിച്ചറൊക്കെ വരയ്ക്കുമ്പോൾ അതെല്ലാം സിംഗിൾ എൻറ്റിറ്റീസ് ആയിട്ട് വരയ്ക്കുകയാണ് നല്ലത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ മാറ്റി മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പോളിലൈൻ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. പോയിന്റ്സ് കൊടുക്കുക. എൻറ്റിറ്റി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്നാപ്പ് ഓഫ് ആക്കും. പോളിലൈനിൽ വരച്ചു, കുറേ ലൈൻസ് വരച്ചു. ഇതൊരു പോളിലൈനാണ്. ഇപ്പോൾ സെലക്ട് ചെയ്ത് നോക്കിക്ക് അതൊരു ഒറ്റ എൻറ്റിറ്റി ആയിട്ട് ഇരിക്കും. ഇതാണ് പോളിലൈനിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പോളിലൈനിൽ നമ്മൾ തുടങ്ങുന്ന പോയിന്റ്സിനെല്ലാം നോട്ട്സ് എന്ന് പറയുന്നത് ഇതെല്ലാം നോട്ട്സാണ്. എത്ര നോട്ട്സ് ഉണ്ടെന്ന് കാണാം. അപ്പോൾ നോട്ട്സിന് നമ്പർ കൊടുക്കുന്നതിനനുസരിച്ച് പോളിലൈനിൻ്റെ കർവ് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. ഇതിൽ നമ്മൾ എന്താ പറയുന്നത്? അടുത്തത് ആഡ് നോഡ്. ഒരു നോഡ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് നോഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്പെസിഫൈ പോളിലൈൻ ടു ആഡ് നോഡ്. അപ്പോൾ ഈ പോളിലൈൻ കറക്റ്റായിട്ട് പിടിച്ചാലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്നാപ്പ് ചെയ്യണം. സ്നാപ്പിന് ഏതിലേക്ക് കൊടുക്കണം? എൻറ്റിറ്റിക്ക് സ്നാപ്പ് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു എൻറ്റിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു നോഡ് ആഡ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഒരു നോഡ് അവിടെ ആഡ് ചെയ്യും. അതേപോലെ ഏത് പോയിന്റിലാണ് നോഡ് ആഡ് ചെയ്യുന്നത്? ഇനി നോഡ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതാണ്. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്താൽ കണ്ടോ നോട്ട്സ് മാറുന്ന കണ്ടോ? അപ്പോൾ നോട്ട്സ് നമുക്ക് മാറ്റി ഇടാം. ഇതാണ് ആഡിങ് നോട്ട്സ്. ഇനി അപ്പൻഡ് നോട്ട്. പുതിയ നോഡിലേക്ക് അപ്പൻഡ് ചെയ്തു. ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നമുക്കൊരു നോഡിനെ മാറ്റണമെങ്കിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്തു. ഞാൻ ഈ നോഡിനെ പിടിച്ച് കുറച്ച് ഉള്ളിലേക്ക് മാറ്റി വെച്ചു. കേട്ടോ? ഇനി നമുക്ക് വേണമെങ്കിൽ നോഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പൻഡ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ അപ്പൻഡ് നോട്ട്സ്. ഇതിലെന്താ പറയുന്നത്? ഡിലീറ്റ് നോട്ട്സ്. ഒരു നോഡ് നമുക്ക് വേണ്ട. ആ നോഡിന് വേണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നോഡ് ഇല്ലാണ്ടായി. അപ്പോൾ ഇതെല്ലാം എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് എൻറ്റിറ്റി ക്ലിക്ക് ചെയ്യണം. സ്നാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ നോഡ് സെലക്ട് ചെയ്യൂ. നോഡില്ലാണ്ടായി കണ്ടോ? അതേപോലെ നോട്ട്സിന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ബിറ്റ്വീൻ നോട്ട്സ്. 2 നോട്ട്സിന് ഇടയ്ക്കുള്ള സ്ഥലം ഡിലീറ്റ് ചെയ്യണം. ബാക്കിയുള്ള ഭാഗം ഡിലീറ്റഡ് ആയി. ഇതൊക്കെയാണ് ഇതിനുള്ള ഓപ്ഷൻസ്. ഇത് അടുത്തൊക്കെ മോഡിഫിക്കേഷൻ്റെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചിപ്പോൾ എലിപ്സ് എങ്ങനെ വരയ്ക്കാനും പോയിന്റ്സ് വരയ്ക്കുന്നതും പോളിലൈൻ വരയ്ക്കുന്നതിനെ കുറിച്ചും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള ടെക്സ്റ്റ് എങ്ങനെ എഴുതാം. ടെക്സ്റ്റ് 2 തരം ടെക്സ്റ്റ് ഉണ്ട്. മൾട്ടി ലൈൻ ടെക്സ്റ്റും സിംഗിൾ ലൈൻ ടെക്സ്റ്റും. അത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ലിബ്രക്കാഡിൽ ഓട്ടോക്കാഡിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. മൾട്ടി ലൈൻ ടെക്സ്റ്റിന് കുറച്ചുകൂടെ ഓപ്ഷൻസ് ഉണ്ട്. സിംഗിൾ ലൈൻ ടെക്സ്റ്റിന് അത്രയില്ല. അപ്പോൾ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റും കാണാം. മൾട്ടി ലൈൻ ടെക്സ്റ്റ് എടുക്കുക. ഇതൊക്കെ നമുക്ക് കറണ്ട് ഡ്രോയിങ് പ്രിഫറൻസസിൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോണ്ട് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം.
ഫോണ്ടിൻ്റെയൊക്കെ പേരനുസരിച്ച് നമുക്ക് പേര് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ വരാം. ടെക്സ്റ്റ് കാണുന്നുണ്ടല്ലോ, ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് കൂട്ടിയിടാം. എവിടെയാണ് അലൈൻ ചെയ്യുന്നത്? ടോപ്പ് ലെഫ്റ്റിലാണോ, ടോപ്പ് സെൻറ്ററിലാണോ, ടോപ്പ് റൈറ്റിലാണോ, അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്താ എഴുതാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ എഴുതുക. ഓക്കെ കാണുന്നുണ്ടല്ലോ, ആ ടെക്സ്റ്റ് ഇങ്ങനെ വന്നു. നമ്മൾ എവിടെയാണ് കൊണ്ടുവെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഇതാണ് മൾട്ടി ലൈൻ ടെക്സ്റ്റ്. ഇനി അടുത്തൊരു സിംഗിൾ ലൈൻ ടെക്സ്റ്റും കൂടെ നോക്കാം. ടെക്സ്റ്റ് ഇതിലും നമുക്ക് ഓപ്ഷൻസ് കുറവാണ് എങ്കിലും നമുക്ക് ചെയ്യാം. ഹൈറ്റ് കുറയ്ക്കാം, ആംഗിൾ മാറ്റി എഴുതാം, വേണമെങ്കിൽ ആംഗിൾ തിരിച്ചൊക്കെ എഴുതാം. പിറ്റ് ഫാക്ടർ കൊടുത്തു. ടെക്സ്റ്റ് എന്താ കൊടുക്കുന്നത്? ഡോറ് വിൻഡോസൊക്കെയാണ് യൂഷ്വലി ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇതിന് പകരം നമുക്കൊരു എലിപ്സ് എഴുതാം. അത് ആ ഫോണ്ടിൻ്റെ പ്രത്യേകതയാണ്. ആ ഫോണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്ററിൽ നിന്നുള്ള ഫോണ്ട് അല്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ടെക്സ്റ്റിന് മാറി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോണ്ട് എഴുതുന്നത്. ടൂൾസ്, സിംഗിൾ ലൈൻ ടെക്സ്റ്റ് നമുക്ക് മാറ്റി. ഇത് ഗ്രീക്ക് ഫോണ്ടാണ് കേട്ടോ. അത് മാറ്റി നമ്മൾ ISOയിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഓക്കെ, കറക്റ്റായിട്ട് വന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ആ ഫോണ്ടൊക്കെ കറക്റ്റായിട്ട് കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളതിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറിക്കോളും. നമുക്ക് ഏത് ഫോണ്ടും ഏത് ആംഗിളിലും എങ്ങനെ വെച്ചിരിച്ച് വേണമെങ്കിലും നമുക്ക് ഈ ടെക്സ്റ്റൊക്കെ എഴുതാൻ സാധിക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഡൈമെൻഷനിങ് ആണ്. ഡൈമെൻഷൻ കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാത്തരം ഡൈമെൻഷനിങ് നമുക്ക് നോക്കാം. അതിനി അടുത്ത സെഷനിൽ നോക്കാം. താങ്ക് യു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.